നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു എന്ന് വിളിക്കുന്ന കേട്ടല്ലോ. അത് സഞ്ജു ഇവിടെ വന്നത് എനിക്ക് തോന്നി. ഏയ്, സഞ്ജു എങ്ങനെ വരാനാ? അതൊരു തോന്നൽ മാത്രമാണെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ചേച്ചിക്ക് അദ്ദേഹത്തെ കാണുന്നുണ്ടോ? കാണുന്നൊരു വാക്ക് ചേച്ചി പറഞ്ഞ ഈ രാത്രി ചേച്ചിയുടെ മുന്നിൽ അദ്ദേഹം ഓടി വരും. ചേച്ചി ഒന്ന് മൂളിയെ മതി. കാമുകിയെ രഹസ്യമായി കാണാൻ വന്നിരിക്കുന്നു. കൈയോടെ രണ്ടിനെ എനിക്ക് പിടിക്കണം. അമ്മു പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. സ്വാതി യെസ് പറഞ്ഞാൽ സഞ്ജുവിനെ ഞാൻ കൊണ്ടുവരും. സഞ്ജു റൂമിലില്ലേ? വേണ്ട, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ച പോലും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. സഞ്ജനയ്ക്കുള്ളതാ സഞ്ജു. ഇനി ഞാൻ സഞ്ജുവിനെ ആഗ്രഹിക്കാനേ പാടില്ല. ഒരിക്കൽ സഞ്ജന എല്ലാം വിട്ടു പോയതാ. ഞാൻ അവളെ വീണ്ടും സഞ്ജുവിലേക്ക് വലിച്ചിട്ടത്. ഇനിയും ഞാൻ അവളെ വേദനിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ല. സ്വാതിയാണോ ഈ പറയുന്നത്? സഞ്ജുവിനോടുള്ള എന്റെ സ്നേഹം സഞ്ജനയുടെ ജീവിതം ഇല്ലാതാക്കാൻ പാടില്ല. അവളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ തകർത്ത് കളയില്ല. ചേച്ചി അങ്ങനെയൊന്നും പറയരുത്. ചേച്ചിക്ക് അദ്ദേഹത്തെ മറക്കാനോ അദ്ദേഹത്തിന് ചേച്ചിയെ മറക്കാനോ കഴിയില്ല. മറക്കണമെന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് സഞ്ജുവിന്റെ സഞ്ജനയുടെയും ജീവിതത്തെ പറ്റിയ. എനിക്ക് സഞ്ജുവിന്റെ കുഞ്ഞിനെ താലോലിക്കണമെന്നൊരു മോഹമുണ്ട്. സഞ്ജന അതിനെതിരെ പറയില്ലെന്നും എനിക്കറിയാം. കാരണം അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാതി എഴുന്നേറ്റ് നടന്നാൽ വിവാഹത്തിൽ നിന്ന് സഞ്ജന പിന്മാറുമെന്ന് പറഞ്ഞതായി കേട്ടല്ലോ. പിന്നെന്തിനാ സ്വാതി പിന്നോട്ട് പോകുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.